ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഇന്നൊരു ചിക്കൻ്റെ ഒരു സ്നാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ റമദാനൊക്കെ വരാൻ പോവാണ്. അപ്പം അന്നേരമൊക്കെ ഈസി ആയിട്ട് മാവ് പരത്താതെയും കുഴയ്ക്കാതെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ചിക്കൻ്റെ ബ്രസ്റ്റാണ്, അതായത് ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഈ ഒരു വലിപ്പത്തിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ബ്രെഡിലാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ ബ്രെഡിന് വലിപ്പമൊക്കെ അനുസരിച്ച് നമുക്ക് ചിക്കൻ്റെ വലിപ്പവും കൂട്ടാം. ഇപ്പം ഞാനിവിടെ ഈ ഒരു കുഞ്ഞു രീതിയിലാണ് ചിക്കൻ അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊരു മിക്സിംഗ് ബൗളിനകത്തോട്ട് മാറ്റാം. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ക്രഷ്ഡ് ആയിട്ടുള്ള കുരുമുളകാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ. ഇതാകുമ്പോൾ നമുക്ക് നിറവും വലിയ എരിവൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഞാൻ പക്ഷെ അത് ചേർത്തിട്ടില്ല. അത് ചേർക്കാതെ വലിയ മസാലക്കുത്തൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഞാൻ ഇനി ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. അടുത്തത് നമുക്കിതിനകത്തോട്ട് തൈര് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ 1 ടീസ്പൂൺ നാരങ്ങ, അപ്പോൾ നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നാരങ്ങയും തൈരൊക്കെ കൂടെ വരുമ്പോഴാണ് നമ്മുടെ ചിക്കൻ ഒരു പ്രത്യേക സ്വാദ് വരിക. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ് എങ്കിലും മിനിമം ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വറുത്തെടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മുടെ ചിക്കൻ ഒന്ന് ഇതിനകത്തോട്ടിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. ഇത് ഒന്നാമത്തേത് വളരെ ടെൻഡേഡ് ആയിട്ടുള്ളൊരു ചിക്കനാണിത്. ടെൻഡേഡ് ചിക്കനാണ്. മാത്രമല്ല നമ്മളിതിനകത്തോട്ട് ആ ഒരു തൈരും കൂടെ ചേർത്തത് കൊണ്ട് ചിക്കൻ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ എണ്ണയിൽ ഇതൊന്ന് ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിക്കൻ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പം നമുക്ക് അതുവരെ ചിക്കൻ ഒന്ന് ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിത് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 80 to 90% ഒന്ന് കുക്കായാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയായിരുന്നു. നല്ല രീതിയിൽ വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ എടുത്ത് വെച്ച പാത്രത്തിനകത്തോട്ട് കുറച്ച് സവോള ചേർത്ത് കൊടുക്കുക. സവോളയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 സവോളയാണ് എടുത്തിരിക്കുന്നത്. അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്തിട്ടുണ്ട്. അതുപോലെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ഞാനിവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ആ റെഡ് കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു പച്ചമുളക് ചെറുതായി നുറുക്കിയതും. പിന്നെ നമുക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇതൊരു പിസയുടെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒറിഗാനോ ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് പകരം നമ്മുടെ ഉണക്കമുളക് പൊടിച്ചത്, അതായത് റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തന്നെ കഴിക്കാൻ ഒരു സാലഡ് പോലെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഇത് ഒരു കുറച്ച് ഭാഗമൊക്കെ ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഓൾറെഡി എടുത്ത് കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും അതവിടെ ഇരിക്കട്ടെ. അതാണ് നമ്മുടെ ഫില്ലിങ്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബ്രെഡ് ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ 3 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് ഞാൻ കൂട്ടിയെടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ബ്രെഡിൻ്റെ സൈഡിൽ ആ ക്രസ്റ്റൊക്കെ ഒന്ന് എടുത്ത് മുറിച്ച് മാറ്റി കളയണം. ക്രസ്റ്റ് മുറിച്ച് മാറ്റി കളയുമ്പം ആ ക്രസ്റ്റ് അങ്ങനെ കളയേണ്ട കാര്യമൊന്നുമില്ല. നമുക്കത് വെച്ചിട്ട് നല്ല സൂപ്പർ ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ബ്രെഡ് ക്രംസ് ഒക്കെ ഒന്ന് എടുത്ത് വെച്ച് ഒന്ന് ബ്രെഡ് ക്രംസ് ആക്കി എടുക്കാറാണ് പതിവ്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബ്രെഡ് എടുക്കാം. ഞാനപ്പോൾ ആദ്യത്തെ രീതി കാണിക്കാം. ആദ്യത്തെ രീതിയല്ല, ആദ്യത്തെ ബ്രെഡ് എങ്ങനെ ചെയ്യണേ കാണിക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കുന്ന ബ്രെഡ് ഒരിക്കലും ഡേറ്റ് ഒക്കെ കഴിഞ്ഞു പോയ ബ്രെഡോ അല്ലെങ്കിൽ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ബ്രെഡോ എടുക്കരുത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് നല്ലത്. മാത്രമല്ല നല്ല കട്ടിയുള്ള ബ്രെഡ് എടുക്കാൻ നോക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട് കട്ടിയുള്ള ബ്രെഡൊക്കെ. അത് ചോദിച്ചിട്ട് തന്നെ മേടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്കൊരു ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പലകമുണ്ട്. ഇതൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രെഡ് ഒന്ന് നമുക്ക് നന്നായിട്ടൊന്നൊരു തിന്നാക്കി കിട്ടും. അപ്പോൾ അന്നേരം നമുക്ക് റോൾ ചെയ്യാൻ എളുപ്പമുണ്ട്.
ഇനി ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ ടൊമാറ്റോ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ എടുക്കുക, ടൊമാറ്റോ സോസ് ഒന്ന് ആ ഒരു ബ്രെഡിനകത്ത് ഒന്ന് പുരട്ടി കൊടുക്കുക. അപ്പം ഇതിന് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക്. ഇനി നിങ്ങൾക്ക് മയണൈസ് ഇഷ്ടമുള്ളവർക്ക് മയണൈസും കൂട്ടത്തിൽ തന്നെ ഒന്ന് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പിസ്സ സോസും വെച്ചിട്ട് നമുക്കിത് ഒന്ന് സ്പ്രെഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫില്ലിംഗ് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുക. അത് ഈ ഒരു ബ്രെഡിൻ്റെ ഈ അറ്റത്ത് തന്നെ വെച്ച് കൊടുക്കാൻ നോക്കുക. അതിനുശേഷം ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിനകത്ത് ടൊമാറ്റോ സോസ് നമ്മൾ പുരട്ടി വെച്ചിട്ടുള്ളത് കൊണ്ട് അതിങ്ങനെ ഒട്ടിച്ചിങ്ങനെ വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഒട്ടും കേട്ടോ. കാരണം ആ ടൊമാറ്റോ സോസിൻ്റെ ഒരു നനവൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ഒട്ടിയിരിക്കും, അത് ഊരിപ്പോത്തൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് സൈഡിലും ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്യാം. അതിന് ജസ്റ്റ് ഒന്ന് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിങ്ങനെ നല്ല ടൈറ്റായിട്ട് അങ്ങ് ഇരുന്നോളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് പോകും എന്നുള്ള പേടിയൊന്നും വേണ്ട. ഇതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് പെട്ടെന്നൊന്ന് റോൾ ചെയ്ത് ഇതിനകത്ത് ടൊമാറ്റോ സോസൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഫില്ലിങ്ങും കൂടെ വെച്ച് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ 8 ബ്രെഡ് സ്ലൈസാണ് ഞാൻ എടുത്തിട്ട് ഇതുപോലെ ഫില്ലൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനിയും ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ 8 ഉണ്ടാക്കുന്നുള്ളൂ, ബാക്കി പിന്നീട് ഉണ്ടാക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് വറുത്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസും വേണം. ഇത് രണ്ടും നമ്മൾ സാധാരണ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് പോലെയാണ്. ആദ്യം ആ ഒരു മുട്ടയിലൊന്ന് മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് പുരട്ടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ നന്നായി ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. മുട്ടയ്ക്കകത്ത് വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ആ 2 മുട്ട മാത്രം മതി. പിന്നെ ഈ ബ്രെഡ് ക്രംസും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മുട്ടയിൽ മുക്കുക, ബ്രെഡ് ക്രംസിൽ പുരട്ടിയെടുക്കുക, എണ്ണയിൽ വറുത്തെടുക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ നമുക്ക് നേരെ വറക്കേണ്ട കാര്യം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ മുട്ടയിൽ ഒക്കെ മുക്കി ബ്രെഡ് ക്രംസിലൊക്കെ പുരട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചിക്കൻ വറുത്തിട്ടുള്ള എണ്ണയിൽ ബാക്കി ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ കുറച്ചും കൂടെ എണ്ണ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരിച്ചെടുക്കാം കേട്ടോ. നമ്മൾ അരിച്ച് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ചെറിയ കറുത്ത നമ്മൾ നേരത്തെ ചിക്കൻ വറുത്തിട്ടുണ്ടായിരുന്നതിൻ്റെ കറുത്ത കുറച്ച് തരികളൊക്കെ ഈ ബ്രെഡിൽ വരും. അങ്ങനെ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതല്ല, നമ്മളിപ്പോൾ ഒരു ഗസ്റ്റൊക്കെ നമ്മൾ വരുമ്പം അവർക്കൊക്കെ കൊടുക്കുമ്പം പ്രോപ്പറായി കൊടുക്കണ്ടേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരിച്ച് എണ്ണ ചൂടാറി കഴിയുമ്പോൾ ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കറുത്ത തരികളൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ അരിക്കാത്തത് കൊണ്ട് പറ്റിയതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ടൊക്കെ അരിക്കണമെങ്കിൽ അരിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട്, ഒത്തിരി നേരമൊന്നും വേണ്ട. നമുക്കറിയാം ബ്രെഡ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവാൻ എണ്ണയിൽ ഒത്തിരി നേരം എടുക്കൊന്നുമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഈ എണ്ണ ചൂടാക്കിയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് ബ്രെഡ് മുരിഞ്ഞു കിട്ടും. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ഒരു ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ ഇതൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ തന്നെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്കിതൊരു ടിഷ്യൂ പേപ്പറിനകത്തോട്ട് അല്ലെങ്കിൽ ഒരു കിച്ചൺ ടവലിനകത്തോട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ ആ ഒരു ടിഷ്യൂ പേപ്പറിലൊക്കെ ഒന്ന് പൊതിഞ്ഞെടുത്താൽ മതി. അത്യാവശ്യമൊക്കെ ഓയിലൊക്കെ പോയി കിട്ടും. എന്നിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിനകത്തോട്ട് മാറ്റാം. അപ്പോൾ അത്യാവശ്യം എണ്ണയൊക്കെ ഒന്ന് ഞാൻ ആ ഒരു കിച്ചൺ ടവലിലൊക്കെ ഒന്ന് പുരട്ടി അല്ലെങ്കിൽ ഒന്ന് ഉപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിനകത്തോട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ സ്നാക്ക് ഇവിടെ റെഡിയാണ്. ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇത്. ചിക്കനിന് പകരം നിങ്ങൾക്ക് ബീഫ് ഇതിനകത്ത് ഫില്ലിംഗ് ആയിട്ട് വെക്കാം. ഇനി മുട്ട വെക്കണമെന്നുണ്ടെങ്കിൽ മുട്ട ചേർക്കാം. ഇനി അതല്ല വെജിറ്റബിൾസ് ആണെങ്കിൽ ക്യാരറ്റ്, ക്യാബേജ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, മാവ് പരത്തേണ്ട, കുഴക്കേണ്ട അങ്ങനത്തെ ഒന്നും പരിപാടികളില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ഈ റമദാൻ മാസത്തിൽ റമദാൻ വരികയാണ്. അപ്പം നമുക്ക് സ്നാക്കുകളുടെ ആവശ്യം കൂടുതലാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടെ അറിയിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.